ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ വാവയ്ക്ക് നമ്മളെല്ലാവരും കൂടെ ചോറൂണ് കൊടുക്കാൻ പോവുകയാണ്. എവിടെ? ഗുരുവായൂർ തന്നെ. അപ്പം ആക്ച്വലി വാവയ്ക്ക് ഞങ്ങളിവിടെ അടുത്ത അമ്പലത്തിൽ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ ഗുരുവായൂർ പോകാനായിട്ട് ഇരുന്നതുമായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾക്ക് ചില കാരണങ്ങളാൽ അന്ന് പോകാൻ പറ്റിയില്ല. ആക്ച്വലി അന്ന് ഞങ്ങൾ ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾക്ക് പോകാൻ നോക്കാനായിട്ട് ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ട്രാവലറിൽ പോകാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ എവിടെ പോവാണ്? അതുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം. അത് കിട്ടില്ല പടമാണ്. ഗൈസ്, അഞ്ചു പാട്ട് പാടുകയാണ്. സൂപ്പർ പാട്ടാണ്, എല്ലാരും കേട്ടോളൂ. സൗണ്ടൊക്കെ ഉണ്ട്, നീ അടുപ്പിച്ചു. നീ അടുപ്പിച്ചു വെച്ചാലേ സൗണ്ട് കിട്ടും. അങ്ങനെ നമ്മള് ഓച്ചിറ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോകുന്ന വഴിക്ക് ഓച്ചിറ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറി അവിടെ തൊഴുതിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങളെ യാത്ര തുടർന്നത്. ചായ കുടിക്കാൻ വന്നതാണ് ഗൈസ്. ഞങ്ങൾ ചായ കുടിക്കത്തില്ല. ചായയുടെ കൂടെ ഉള്ള എന്തെങ്കിലും തന്നെയാണ് വരുന്നത്. എല്ലാരും ബാക്കിൽ വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങളിതാ ചായയൊക്കെ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ചായ ഒന്നും കുടിക്കത്തില്ല, അതിൻ്റെ കൂടുതലുള്ള സംഭവങ്ങൾ കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ പിന്നെ ബ്ലാക്ക് കോഫി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് കുടിച്ചു. അതിന് ശേഷം അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ കാരണം വ്രതമായതുകൊണ്ട് തന്നെ വെജ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ആക്ച്വലി വാവയ്ക്ക് കാറിനകത്ത് കയറിയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അവിടെ വരെ യാത്ര ചെയ്യുമ്പം അവന് ഇരിക്കുകയോ ഇല്ലെന്ന്. കാരണം കാറിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവൻ കിടന്ന് കരയാൻ തുടങ്ങും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവന് നടന്നു പോവുകയാണെങ്കിൽ എത്ര ദൂരം വരെ വേണമെങ്കിലും അവൻ നടന്നു പോകും. പക്ഷേ അവനിങ്ങനെ ഒരു വണ്ടിക്കകത്ത് ഇരുന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ട്രാവലറിനകത്ത് എല്ലാവരുമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ ഇരുന്നുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആവാറുണ്ടായിരുന്നു, എന്നാലും അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിടിച്ചിട്ടങ്ങ് ഉറക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരം ആണെങ്കിൽ ഒതുങ്ങി കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ കുറച്ച് സമയം അങ്ങ് പോകുമല്ലോ. പിന്നെ കല്ലൂനെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ എറണാകുളത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവളെ എറണാകുളത്ത് നിന്നായിരുന്നു കയറുന്നത്. സോ ഞങ്ങൾ അവളെ പിക്ക് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. എന്റെ ഫോൺ അടിയെന്ന് വെച്ചു.
ഇറങ്ങി ഗൈസ്. നമ്മൾ ഫൈനലി ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ ഗുരുവായൂരൊക്കെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എത്ര മണിക്കാണ് എത്തിയെന്നത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞങ്ങളൊരു 12:40 ആയപ്പോഴാണ് കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ റൂമൊക്കെ എടുത്തു. എല്ലാവരും ആക്ച്വലി നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ബസ്സിൽ അത്യാവശ്യം ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും നല്ല ടയേർഡായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിതാ റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. അമ്പലത്തിൻ്റെ അടുത്ത് വരെയൊക്കെ ഒന്ന് പോയി. അവിടെ പിന്നെ കടകളൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാ വാവയ്ക്ക് ഞാൻ കിരീടവും ഓടക്കുഴലും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ റൂമിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. എല്ലാവരുടെ കയ്യിൽ എന്തൊക്കെയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ആ ലോട്ടസിൻ്റെ മെഹന്തി ഉണ്ടല്ലോ, അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെറൈറ്റി പിടിച്ചാണ് ഞങ്ങൾ. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം ഇതൊക്കെയായിരുന്നു രാത്രിത്തെ പരിപാടി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായി. ആക്ച്വലി ഞങ്ങൾ ഒരു 4 മണി 5 മണിയാകുമ്പോൾ എണീറ്റ് അമ്പലത്തിൽ പോകാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഞങ്ങൾ അമ്പലത്തിൽ 4 മണി 5 മണിയൊക്കെ തന്നെ പോയി. പക്ഷെ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊരു ഇത്തിരി നേരം വാവയായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി ആരും അങ്ങനെ വലുതായിട്ട് ഉറങ്ങിയിട്ടില്ല. കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെതാ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്ന് നിൽക്കുവാണ് ഞാൻ. എല്ലാവരും കുളിച്ച് റെഡിയാവാനുള്ള ഒരു പ്രിപ്പറേഷൻസിലൊക്കെയാണ്. അതാ അഞ്ജലി എനിക്ക് ഹെയറൊക്കെ ചെയ്ത് തരുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാവേനെ കുത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഒരു കരച്ചിൽ ആ ഒരു ഇതിലായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി അത് കഴിഞ്ഞ് ആരും എനിക്ക് മേക്കപ്പൊക്കെ ഇട്ട് തരുവാണ് ഗൈസ്. ഞാൻ ആക്ച്വലി എന്തൊക്കെയോ മുഖത്ത് വരിപ്പറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് എനിക്ക് അവൾ ഇട്ട് തരുമ്പോൾ പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ഞാൻ അവളെ കൊണ്ട് ഇടിപ്പിച്ചു. അങ്ങനെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായി. പിന്നെ നമ്മളെ വാവേനെ ഒരുക്കുന്ന ചടങ്ങാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിരീടവും ഓടക്കുഴലും റൂമിനകത്ത് വെച്ച് പൂട്ടിയിട്ട് ഞങ്ങളിങ്ങ് ഇറങ്ങി. ആരും എടുക്കാൻ പോയിക്കോ ഗൈസ്. കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്തൊക്കെ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി. അമ്പലത്തിനകത്ത് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തൊഴുതിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിശന്ന് കണ്ണൊക്കെ കുഴുങ്ങി എല്ലാവരും ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ദോശയും സാമ്പാറും ഉഴുന്നോടെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മമ്മിയൂർ ക്ഷേത്രത്തിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ അടുത്ത് തന്നെയാണ് ആ ഒരു അമ്പലം. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ആനക്കോട്ടയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് നമുക്ക് വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇന്നലെ രാത്രി ഉറങ്ങാത്തോണ്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണം. എല്ലാവരും ഭയങ്കര പവറിലാണ്. അതെ, കണ്ണ് നോക്കും.
ഞങ്ങൾ ആനക്കോട്ട. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് വീടുണ്ട്. വെയിലാണ്. പിന്നീട് ഞങ്ങളിത് ആനക്കൊട്ടലിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എല്ലാവരും അവൾമാരൊക്കെ ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണത്തിൽ ആർക്കും വലിയ താല്പര്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. ഭയങ്കരമായിട്ട് കണ്ണിങ്ങനെ ഉറങ്ങി കുരുങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ അടുത്തൊരു ബെസ്റ്റ് ഡെസിഷനാണെന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു അടിപൊളി ഡാൻസ് സെറ്റാക്കാൻ പറ്റി. ഒരു ആനയുടെ കൂടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഷോർട്ട്സായിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ട്രിപ്പൊക്കെ ഒരുവിധം അവസാനിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള ഒരു പരിപാടിയിലാണ്. അതിനിടയിൽ ഞങ്ങൾ കല്ലുവിനെ എറണാകുളത്ത് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പിന്നീട് ഞാനങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ ഈ ഗുരുവായൂർ വ്ളോഗ്, അതായത് ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ഗൈസ്.